ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതിൻ്റെ ലിങ്ക് ഒന്ന് പോയി കാണാം. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബാജി കറിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ 3 വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ 3 വിസിലടുപ്പിക്കുക. ഒരു വലിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വലിയ വിസിലും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലും അടുപ്പിച്ചാൽ മതിയാകും. വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചാലും മതി, ചൂടുണ്ട് ഫോർക്ക് കൊണ്ട് ഉടച്ചെടുക്കുക. പിന്നെ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: വലിയ ഉള്ളി 2 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, പിന്നെ വറവിനാവശ്യമായ കടലപ്പരിപ്പ് ഒരു 1.5 ടേബിൾ സ്പൂണ്, പിന്നെ കുരുമുളക് 1/2 ടേബിൾ സ്പൂണ്, കടുക് 1/2 ടേബിൾ സ്പൂൺ, ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ, ചുവന്ന മുളക് 2 എണ്ണം. ഇത്ര ഇൻഗ്രീഡിയൻസേ നമുക്ക് ഇതിനാവശ്യമുള്ളൂ. പിന്നെ പാന് ചൂടായതിന് ശേഷം ആദ്യം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് കടുക്, ഉഴുന്ന്, കടലപ്പരിപ്പ്, ചുവന്ന മുളക്, കുരുമുളക് ഇവ ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ആ കടലപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ആവുന്നവരെ, ബ്രൗണിഷ് ആവുന്നവരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിന് ആ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്കൊരു 3/4 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ആവശ്യത്തിന് ഒരു 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുത്തത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി കൈയെടുക്കാതെ ഇളക്കുക, ഇല്ലാതെ അടി പിടിച്ച് പോകും. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒന്നുകിൽ ഇപ്പം നമുക്ക് വെള്ളം ആഡ് ചെയ്യാം ആവശ്യത്തിന്, അല്ലെങ്കിൽ നമുക്കതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ഗ്രേവിയുടെ അളവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 1.5-2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേവിയുടെ അളവനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഒരു തിളയും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയുമാണ് പൂരിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ. അപ്പോൾ എല്ലാവരും വേഗം പോയി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ബാജി കറി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.